ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 28 വിശുദ്ധ ഗോന്ത്രാൻ രാജാവിൻ്റെ തിരുനാൾ. ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഓർലിൻസിൻ്റെയും ബർഗൻഡിയുടെയും രാജാവായിരുന്ന ഗോന്ത്രാൻ ക്ലോട്ടയർ രാജാവിൻ്റെ മകനാണ് വിശുദ്ധ ക്ലോട്ടിൻഡ. അദ്ദേഹത്തിൻ്റെ മാതാമഹിയാണ് ജ്യേഷ്ഠൻ ചാരിബർട്ട് പാരീസ് ഭരിച്ചു. 561 ഗോന്ത്രാൻ രാജ്യഭരണം ഏറ്റെടുത്തു. ചാലോൺസ് ആയിരുന്നു രാജ്യത്തിൻ്റെ തലസ്ഥാനം. അതിമോഹികളായ സഹോദരന്മാർക്കും ലംബാർട്ടുകൾക്കും എതിരെ അദ്ദേഹം സമരം ചെയ്തു വിജയം നേടിയപ്പോൾ പുതിയ ഭൂവിഭാഗങ്ങൾ ഒന്നും സ്വന്തമാക്കാതെ പരാജിതർക്ക് സമാധാനം അരുളുകയാണ് ഉണ്ടായത്. പ്രജകളുടെ വന്യ സ്വഭാവം നിമിത്തം രാജാവ് വഴുതി വീണ തെറ്റുകൾക്ക് അദ്ദേഹം അനുതാപ കണ്ണുനീർ ചിന്തിക്കൊണ്ടിരുന്നു. സുവിശേഷ തത്വങ്ങൾ അനുസരിച്ച് ഭരിച്ചാൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകില്ലെന്ന് കരുതുന്നവർക്ക് ഗോന്ത്രാൻ രാജാവിൻ്റെ വാഴ്ച ഒരു വെല്ലുവിളിയാണ്. ഗോന്ത്രാൻ രാജാവ് തിരുസഭയിലെ അജപാലകരോട് സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ചു പോന്നു. അദ്ദേഹം മർദ്ദിതരുടെ രക്ഷകനും പ്രജകൾക്ക് ഒരു വത്സല പിതാവുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അത്യന്തം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. തൻ്റെ പ്രജകളുടെ മേൽ ദൈവകോപം വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും തിരു മുൻപാകെ വിലപിക്കുകയും ചെയ്തിരുന്നു. പടയാളികളുടെ ക്രൂര മർദ്ദനം അദ്ദേഹം അനുവദിച്ചില്ല. പ്രജാവത്സലനും ദൈവഭക്തനുമായ ഗോന്ത്രാൻ രാജാവ് തൻ്റെ കാരുണ്യശീലം കൊണ്ടാണ് വിജയം വരിച്ചിരുന്നത്. 68-ാമത്തെ വയസ്സിൽ 583 മാർച്ച് 28 ഗോന്ത്രാൻ രാജാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ ഗോന്ത്രാൻ രാജാവേ, ദൈവമക്കൾ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.